ഒരു കൊച്ചു ഗ്രാമം. മൺവീടുകൾക്കിടയിലൂടെ സ്വർണ്ണ നിറത്തിൽ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്ന ഒരു സുന്ദരമായ വൈകുന്നേരം. ആ ഗ്രാമത്തിൻ്റെ നടുവിലുള്ള വലിയ ആൽമരച്ചുവട്ടിൽ എന്നും 4 കൂട്ടുകാർ ഒത്തുചേരാറുണ്ട്. അപ്പു, മീനു, വിനു, പിന്നെ കുറുമ്പിയായ ചിന്നു. അന്ന് അപ്പു തൻ്റെ ബാഗിൽ നിന്ന് ഒരു പഴയ ലുഡോ ബോർഡ് പുറത്തെടുത്തു. ഇന്ന് നമുക്ക് ഈ ലുഡോ കളിച്ചു നോക്കിയാലോ? അപ്പു ചോദിച്ചതും എല്ലാവരും ആവേശത്തോടെ ചുറ്റും കൂടി. ചുവപ്പും പച്ചയും മഞ്ഞയും നീലയും കരുക്കൾ അവർ മണ്ണിൽ നിരത്തി. ആദ്യം ഡൈസ് എറിഞ്ഞത് മീനുവാണ്. കയ്യിലിട്ട് കുലുക്കി അവൾ ഡൈസ് എറിഞ്ഞു. 6. ഹായ്, എനിക്ക് 6 കിട്ടിയേ. നോക്കിക്കോ, ഇന്ന് ഞാനായിരിക്കും ആദ്യം ഫിനിഷ് ചെയ്യുന്നത്. മീനു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഓരോ തവണ ഡൈസ് ഉരുളുമ്പോഴും അവരുടെ ഉള്ളിൽ ആകാംക്ഷ നിറഞ്ഞു. കളി പകുതിയായപ്പോൾ അപ്പു ഡൈസ് എറിഞ്ഞു. വീണ്ടും ഒരു 6. പെട്ടെന്ന് ആ ലുഡോ ബോർഡിൽ നിന്ന് ഒരു സ്വർണ്ണ വെളിച്ചം ഉയർന്നു വന്നു. കുട്ടികൾ കണ്ണു തള്ളി നോക്കി നിന്നു. അവർക്ക് ചുറ്റുമുള്ള മൺവീടുകളും മരങ്ങളും പതുക്കെ മാറാൻ തുടങ്ങുന്നു. സത്യത്തിൽ അവരൊരു മാന്ത്രിക ലോകത്തെത്തിയിരിക്കുകയായിരുന്നു. ചുറ്റുമുള്ള ചെടികൾ വലിയ മരങ്ങളായി വളർന്നു. പക്ഷികളുടെ കരച്ചിൽ മനോഹരമായ പാട്ടായി മാറി. ഇത് വെറുമൊരു ലുഡോ അല്ല, ഇതൊരു മാന്ത്രിക ബോർഡാണ്, വിനു അത്ഭുതത്തോടെ വിളിച്ചു പറഞ്ഞു. ചിന്നുവിൻ്റെ പച്ചക്കരു ഒരു പുൽച്ചാടിയെപ്പോലെ മണ്ണിലൂടെ ചാടാൻ തുടങ്ങി. മീനുവിൻ്റെ കരു ഒരു ചെറിയ കുതിരയെപ്പോലെ കുതിച്ചു പാഞ്ഞു. പക്ഷേ ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ചിലപ്പോൾ ഡൈസ് എറിയുമ്പോൾ വലിയ തടസ്സങ്ങൾ മുന്നിൽ വന്നു. അപ്പുവിന് തോൽക്കുമെന്ന് തോന്നിയപ്പോൾ അവൻ വിഷമിച്ചു. അപ്പോൾ ചിന്നു അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാരമില്ല അപ്പു, അടുത്ത തവണ നിനക്ക് നല്ല നമ്പർ കിട്ടും. നമ്മൾ എല്ലാവരും കൂടെയില്ലേ? ആ വാക്കുകൾ അപ്പുവിന് വലിയ ധൈര്യം നൽകി. അവർ തമ്മിലുള്ള കുഞ്ഞു പിണക്കങ്ങളെല്ലാം ആ നിമിഷം ഇല്ലാതായി. ഒടുവിൽ ഓരോരുത്തരായി ലക്ഷ്യസ്ഥാനത്തെത്തി. ആരും തോറ്റില്ല, എല്ലാവരും ജയിച്ചു. അവർ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചു. കളി അവസാനിച്ചതും ആ മാന്ത്രിക വെളിച്ചം പതുക്കെ മാഞ്ഞുപോയി. നോക്കുമ്പോൾ അവർ വീണ്ടും പഴയ ആൽമരച്ചുവട്ടിലിരിക്കുകയാണ്. ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നി തുടങ്ങിയിരുന്നു. ഇതൊരു സ്വപ്നമായിരുന്നോ? മീനു ചോദിച്ചു. പക്ഷേ അവരുടെ കയ്യിലിരുന്ന ലുഡോ കരുക്കളിൽ അപ്പോഴും ആ മാന്ത്രിക വെളിച്ചത്തിൻ്റെ ചെറിയൊരു തിളക്കം ബാക്കിയുണ്ടായിരുന്നു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവർ ഒരു കാര്യം ഉറപ്പിച്ചു: ജയിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചിരിക്കുന്നതാണ്. ഇന്നും ആ ഗ്രാമത്തിലെ കാറ്റിൽ ആ 4 കൂട്ടുകാരുടെ പൊട്ടിച്ചിരികൾ കേൾക്കാം.